തൃശ്ശൂർ എനിക്ക് വേണം, ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം. എന്നിട്ടേ ഞാൻ പറഞ്ഞുള്ളൂ ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക. പക്ഷെ പാലക്കാട് നിന്ന് എനിക്കത് മാറ്റി പറയേണ്ടി വരും. നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ, ഈ കേരളം ഞങ്ങൾ ഇങ്ങെടുക്കും. പുത്തൻ ഡയലോഗുമായി സുരേഷ് ഗോപി. പാർലമെന്റിൽ ഷോലെ സിനിമാ രംഗം റീക്രിയേറ്റ് ചെയ്ത് മോദി സർക്കാരിനെ പൊളിച്ചെടുക്കാൻ ഇടിവെട്ട് പ്രസംഗവുമായി പ്രതിപക്ഷം പാർലമെന്റിൽ കത്തി നിൽക്കുമ്പോൾ കൂടോത്രവുമായി ഇങ്ങ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തിരക്കിലാണ്. അമ്പോ കലികാലം! ഈ തൃശ്ശൂർ എനിക്ക് വേണം, ഈ തൃശ്ശൂർ എനിക്ക് തരണം, ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്ന ഡയലോഗിന് ശേഷം സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന പുതിയ ഡയലോഗ്, ഈ പാലക്കാട് ഇങ്ങ് തന്നോളൂ, ഈ കേരളം ഞാൻ ഇങ്ങെടുക്കുക. ഇനി ഇതുകൂടി ട്രോളന്മാർ അങ്ങ് ഏറ്റെടുത്ത് വിജയിപ്പിക്കണമെന്ന റിക്വസ്റ്റോട് കൂടിയാണ് സുരേഷ് ഗോപിയുടെ പുതിയ ഡയലോഗ്. പറഞ്ഞ് കളിയാക്കി ഒടുവിൽ തൃശ്ശൂർ അദ്ദേഹത്തിന് നൽകി. എന്നാൽ ഇനി കളിയാക്കാൻ അടുത്ത മുതൽ തന്നിട്ട് കേരളത്തിലെ മുഴുവനായി അങ്ങ് ഏറ്റെടുക്കാനുള്ള ശ്രമത്തിലാണ് സുരേഷ് ഗോപി. ഇതിനിടെ MP ആണോ നടനാണോ ഇപ്പോൾ സുരേഷ് ഗോപി എന്ന ചില സംശയങ്ങളും തലപൊക്കുന്നുണ്ട്. അതിന് വഴിയൊരുക്കിയതും അദ്ദേഹം തന്നെയാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം, പിരിവുണ്ടാവും. ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ MP-യെ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കേ വേണ്ട. അവിടെ സിനിമാ നടനായിട്ട് മാത്രമേ അതിനുള്ള യോഗ്യമായ ശമ്പളം എൻ്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകും. തന്റെ സിനിമകളിൽ നിന്ന് ലഭിക്കുന്നതിന്റെ 5 മുതൽ 8% വരെ ജനങ്ങൾക്കായി ചിലവഴിക്കും. അതിന് ഒരു പിരിവും ഉണ്ടാകില്ല. എന്നാൽ MP-യെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് ആരും കരുതേണ്ട. നടനായി എത്തുന്ന സുരേഷ് ഗോപി തന്റെ സഹപ്രവർത്തകർ വാങ്ങുന്നത് പോലെ തന്നെ പ്രതിഫലം വാങ്ങുമെന്നും ഈ വാക്കുകളാണ് അദ്ദേഹത്തെ വെട്ടിലാക്കിയത്. അപ്പോൾ പ്രോട്ടോകോൾ പ്രകാരം അത് ചെയ്യുന്നത് തെറ്റല്ലേ? തൃശ്ശൂരിലെ ഫംഗ്ഷനുകളും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? കാശ് വാങ്ങുമോ? അപ്പോൾ MP ആയി എങ്ങും കാണില്ലേ? ഇനി അതിന് പകരമായി വേറെ ആൾക്കാരുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളുടെ ബഹളമാണിപ്പോൾ. എന്നാൽ നടനായി വാങ്ങുന്ന ഈ കാശ് MP ആയി ചിലവഴിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ അല്ലെങ്കിൽ നല്ല ഉദ്ദേശം മാത്രം ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. ഈ ഉദ്ഘാടനത്തിലൂടെ കിട്ടുന്ന തുക മുഴുവനായും ട്രസ്റ്റിലേക്ക് മാറ്റുമെന്നും അത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുമെന്നും പറഞ്ഞ ആ വാക്കുകൾ ആരും കേൾക്കാതെ പോയതാണോ എന്തോ ആർക്കറിയാല്ലേ. तेरह राज्यों में 0 सीटें आई हैं, पर हीरो तो है ना। कांग्रेस के नेताओं के बयानों में शोले फिल्म को भी पीछे छोड़ दिया। सबको शोले फिल्म की वो मौसी जी याद होगी, ये बात तो सही है। तीसरी बारी तो आ रहे हैं, पर मौसी मोरल विक्ट्री तो है ना। പണിഞ്ഞും പണി വാങ്ങിയും സമ്മേളനം കൊഴുക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രതിപക്ഷം ഉണ്ടായതോടെ ഇത്ര നാൾ ഇല്ലാതിരുന്നതിന്റെ അല്ലെങ്കിൽ മിണ്ടാൻ കഴിയാതെ വന്നതിന്റെ സർവ്വ പ്രശ്നങ്ങളും ആടിത്തീർക്കാണ് പ്രതിപക്ഷം. തങ്ങളുടെ രോക്ഷമെല്ലാം ഒന്നുപോലും വിടാതെ പ്രതിപക്ഷം തകർത്താടിയപ്പോൾ ഷോലെ സിനിമയിലെ കഥാപാത്രങ്ങളെ പ്രമേയമാക്കി പ്രധാനമന്ത്രിയും രംഗത്തെത്തി. കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ പലപ്പോഴും ഷോലെ സിനിമയെ പോലും പിന്നിലാക്കി കളഞ്ഞുവെന്നും പിന്നെ ആ സിനിമയിലെ ഒരു രംഗം അവിടെ തന്റെ വാക്കുകളിലൂടെ പ്രതിപക്ഷത്തിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് റീക്രിയേറ്റ് ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. മോദിയുടെ സ്കിറ്റിലെ ചില പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു: അതേ അമ്മായി, 13 സംസ്ഥാനങ്ങളിൽ 0 സീറ്റ് കിട്ടിയുള്ളൂ, എന്നാലും ഹീറോ ആണല്ലോ. ശരിയാണ് അമ്മായി, 3ാം തവണയാണ് തോക്കുന്നത്, എന്നാലും ഈ മാതൃകാപരമായ വിജയമാണല്ലോ ഇത്. ഇത്ര നാളും പാർട്ടി മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, എന്നാലും അമ്മായി അത് ശ്വാസം വലിക്കുന്നുണ്ടല്ലോ എന്ന് തുടങ്ങി സിനിമയിലെ ഡയലോഗൊക്കെ ഒന്ന് മാറ്റി പരമാവധി പുച്ഛിക്കാനും മോദി മറന്നില്ല. അവിടെ പണി കൊടുത്തും വാങ്ങിയും എല്ലാം പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ആടിത്തിമിർക്കുമ്പോൾ ഇവിടെ നേതാക്കളാണെങ്കിലോ കൂടോത്രത്തിന്റെ പിടിയിലാണ്. KPCC അധ്യക്ഷൻ K സുധാകരന്റെ വീട് മുതൽ പാർട്ടി ആസ്ഥാനത്തെ കസേര വരെ കൂടോത്രവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഉണ്ടായിരുന്നത്രേ. അതൊക്കെ കണ്ടെടുത്തു.
കോൺഗ്രസിനുള്ളിൽ പോലും നേതാക്കളെ തറ പറ്റിക്കാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ ചൂടുപിടിക്കുന്നുണ്ട്. കുറച്ചു നാളിന് മുൻപ് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തനിക്കെതിരെ കണ്ണൂരിൽ മൃഗബലി നടത്തിയെന്ന് പറഞ്ഞപ്പോഴാണ് രാഷ്ട്രീയത്തിലും കൂടോത്രമോ എന്ന ചിന്ത നമുക്കുണ്ടായത്. എന്നാൽ അതിനൊക്കെ മുൻപ്, അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 2015 VM സുധീരൻ ഇതിനെപ്പറ്റി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. കുപ്പിയിലാക്കിയ നിലയിൽ കണ്ണ്, കൈകാലുകൾ, ആൾരൂപം, ശൂലങ്ങൾ എന്നീ രൂപങ്ങൾ കൊത്തിയ തകിടുകൾ ഗൗരീശപട്ടണത്തിലുള്ള തന്റെ വീട്ടുപറമ്പിലെ പൂന്തോട്ടത്തിലെ വാഴച്ചോട്ടിൽ നിന്ന് ലഭിച്ചുവെന്ന്. ഇത് 9ാം തവണയാണ് ഇത്തരത്തിലൊരു സാധനം തനിക്ക് ലഭിക്കുന്നത്. തുടർച്ചയായി വന്നതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്ന് അറിയിക്കാമെന്ന് കരുതി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെയായിരുന്നു സുധീരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ പരിഷ്കൃത കാലത്തും ഇത്തരം വേലത്തരങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവരെ കുറിച്ച് നമുക്ക് സഹതപിക്കാമെന്നാണ് ഇതേപ്പറ്റി അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പണ്ട് കരുണാകരനെതിരെയും ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പത്മജയും പറയുന്നത് കേട്ടു. പിന്നെ അന്ധവിശ്വാസങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടെന്ന് മറ്റു ചില കാര്യങ്ങളിലൂടെയും സുവ്യക്തമാണ്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് 13ാം നമ്പർ കാറ് ആർക്കും വേണ്ടാത്തതും മൻമോഹൻ ബംഗ്ലാവ് ആരും ഉപയോഗിക്കാത്തതും. എന്നാൽ പണ്ട് കരുണാകരനെതിരെയും ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പത്മജയും പറയുന്നത് കേട്ടു. പിന്നെ അന്ധവിശ്വാസങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടെന്ന് മറ്റു ചില കാര്യങ്ങളിലൂടെയും സുവ്യക്തമാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് 13ാം നമ്പർ കാറ് ആർക്കും വേണ്ടാത്തത്, അല്ലെങ്കിൽ മൻമോഹൻ ബംഗ്ലാവ് ആർക്കും വേണ്ടാത്തത്. എന്തായാലും അങ്ങ് പാർലമെന്റിൽ ഇടിവെട്ട് പെർഫോമൻസുമായി പ്രതിപക്ഷം തിളങ്ങുമ്പോൾ ഇങ്ങ് കേരളത്തിൽ കൂടോത്രത്തിന്റെ പിറകെ പോകാനാണല്ലോ നമ്മുടെ നേതാക്കൾക്കുള്ള സമയം. പഠിച്ചതല്ലേ പാടൂ. പിന്നെ അങ്ങനെ പണി വാങ്ങിയും കൊടുത്തുമൊക്കെ പൂരം ഇവിടെ തകർക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ നമ്മളിവിടെ ഉണ്ടാവുമല്ലോ അല്ലേ.